ഇന്നത്തെ റെസിപ്പി മാമ്പഴവും ടീ പൗഡറും വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുത്തതാണ്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ മാമ്പഴ ഐസ് ടീ ഉണ്ടാക്കുന്ന വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. മാംഗോ ഐസ് ടീ ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 ചെറിയ നല്ല മധുരമുള്ള മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കഷ്ണങ്ങളാക്കി നമുക്കിതെടുക്കാം. മാമ്പഴം നമ്മൾ ചെറു കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പിനുള്ള മാമ്പഴമേ ഉള്ളൂ. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് അതിൻ്റെ പൾപ്പ് എടുക്കാം. 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. നന്നായിട്ട് ആ മാമ്പഴം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കണം. ഇത് നമുക്കിനി ഒന്ന് മാറ്റി വെക്കാം. മാമ്പഴത്തിന് വേണ്ട ഐസ് ടീ ഉണ്ടാക്കുന്നതിന് നമുക്കിനിയും കട്ടിയുള്ളൊരു പാത്രം വെച്ച് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ചായ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ല കടുപ്പമുള്ള ചായയുമാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അരിച്ച് ഈ ചായ ഒന്ന് തണുക്കാനായിട്ടിവിടെ വെക്കാം. മാംഗോ ഐസ് ടീക്കകത്ത് ഒഴിക്കാനായിട്ട് 1/2 ലെമൺ ജ്യൂസും കൂടെ വേണം. നമുക്കിതിൻ്റെ 1/2 ലെമൺ ജ്യൂസ് കൂടെ എടുക്കാം. മാംഗോ പൾപ്പും കട്ടൻ ചായ നല്ല സ്ട്രോങ് ആയതും 1/2 ലൈം ജ്യൂസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാംഗോ ഐസ് ടീ റെഡിയാക്കാം. അതിനായിട്ട് നമ്മളൊരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലേക്ക് തണുത്ത കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കാം. 1/2 നാരങ്ങ നീര് പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. മധുരം വേണ്ടവർക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ മധുരവും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ചായയുടെ കൂടെ 1 ടേബിൾ സ്പൂൺ മധുരം ചേർത്തതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഇടുന്നില്ല. വേണ്ടവർക്ക് ചേർക്കാം. നമുക്കിതിലേക്ക് മാംഗോ പൾപ്പ് ചേർക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ 3-4 മിൻറ്റ് ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിനകത്തേക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാംഗോ ഐസ് ടീ റെഡി ആയിരിക്കുകയാണ്. ഗാർണിഷ് ചെയ്യുന്നതിന് ഞാൻ മിൻറ്റ് ലീവ്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ഡ്രിങ്ക് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. വെറൈറ്റി ഡ്രിങ്കൊക്കെ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുണ്ടാക്കാൻ കൂടുതൽ താല്പര്യമുണ്ടായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നാളെ നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.